ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 16 ആണ് ക്രോഷ്യ സീരീസിൻ്റെ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കീ ചെയിനാണ്. ലാവൻഡർ ഫ്ലവർ വെച്ചിട്ട് ഒരു സിമ്പിൾ കീ ചെയിൻ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലാവൻഡർ ഫ്ലവർ ഫസ്റ്റ് ചെയ്യാം. ഈ ഒരു ഏത് ലാവൻഡർ ഷെയ്ഡാണ് കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആക്ലിക്കാണ്, പ്രീമിയം അല്ല ആക്ലിക്കാണ്. പിന്നെ 3.5 ഹുക്കുമാണ്. സോ ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് ഒരു 21 ചെയിൻ ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ചെയിൻ ചെയ്തു. എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതായത് സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് ചെയിൻ 1, ദെൻ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എഗെയിൻ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിന് മുന്നേ ചെയിൻ 1 ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1 കൂടെ ചെയ്യാം. എന്നിട്ട് ആ സെയിം ചെയിനിൽ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ഒരു പ്രൊസീജിയർ. അതായത് സ്ലിപ്പ് സ്റ്റിച്ച്, എന്നിട്ട് ചെയിൻ 1, ദെൻ ഡബിൾ ക്രോഷ്യ, അതിനുശേഷം നമ്മൾ എഗെയിൻ ചെയിൻ 1, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് നമ്മൾ എൻഡ് വരെ ചെയ്യാം. ലാസ്റ്റ് 1 ചെയിൻ ഒന്ന് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ഒരു സെയിം പ്രൊസീജിയർ സ്റ്റെപ്സ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം.
ലാസ്റ്റ് നമുക്കൊരു ചെയിനുണ്ട്, ആ ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ചെയിൻ 1, പിന്നെ നമുക്ക് യാൺ കട്ട് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ലാവൻഡർ ഫ്ലോ. ഇനി ഇതുപോലെ 1 മോർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഒരു ലീഫും കൂടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് യാൺ എടുക്കാം. എന്നിട്ട് സ്ലിപ്പ് നോട്ട്, ഞാൻ 4.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെയിൻ ചെയ്യാം. ഒരു 10 ചെയിനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സെക്കൻഡ് ചെയിനിൽ ചെയ്യാം. എഗെയിൻ 4 മോർ ഹാഫ് ഡബിൾ ക്രോഷ്യ അടുത്ത 4 ചെയിൻസിലും ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമ്മൾ 5 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷ്യ അടുത്ത 4 ചെയിനിൽ. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ 2, എന്നിട്ട് ലാസ്റ്റിലെ നമ്മുടെ സിംഗിൾ ക്രോഷ്യയിൽ നെക്സ്റ്റ് റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് 3 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സോ ടോട്ടൽ 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് 5 സ്റ്റിച്ചസിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. സോറി, ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഡബിൾ ക്രോഷ്യയാണ്. ഡബിൾ ക്രോഷ്യ അല്ല, ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. സെയിം നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ റിപ്പീറ്റ്ലി നമ്മൾ ഈ സൈഡിലും ചെയ്യുന്നതേ ഉള്ളൂ.
സോ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ 1 എന്നിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. അൺവാണ്ടഡ് ആയിട്ടുള്ള യാൺസ് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം. സോ ഇതാണ് ലീഫ്. സോ 1 മോർ ലീഫ് നമുക്കൊന്ന് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ആ യാനുണ്ടല്ലോ അത് ജസ്റ്റ് നമുക്ക് ഉള്ളോട്ട് ഒന്ന് ജസ്റ്റ് വലിച്ച് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സ്പേസിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു യാൻ എടുക്കാം. ന്യൂ യാനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊന്ന് ടൈറ്റേൺ ചെയ്യാം. നല്ലപോലെ ടൈറ്റേൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഹുക്ക് അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 30 ചെയിൻ വേണം നമുക്ക്. ഓക്കെ, നമ്മൾ 30 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് തമ്മിൽ ജോയിൻ ചെയ്യാം. അതിന് ആ ഒരു സ്പേസിൽ കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. നമുക്ക് ലീഫ് അറ്റാച്ച് ചെയ്യണം. ലീഫ് അറ്റാച്ച് ചെയ്യാനായിട്ട് അത് തമ്മിലൊന്ന് ജോയിൻ്റ് ആക്കിയിട്ട് ഒരു ലീഫിൻ്റെ ബാക്കി യാണുണ്ടല്ലോ അരസ് യാണിൽ കൂടി നമുക്ക് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ലീഫും സ്റ്റെമ്മും കൂടെ ആയിട്ട്.
സോ ഇതാണ് നമ്മുടെ മിനി കീ ചെയിൻ. ഇത് നമുക്ക് ചെയിനിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാഗ്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ചെയിൻ യൂസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് വേറൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം.